നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. സ്കിൻ ഡിസീസിലെ യുനാനി ചികിത്സാ രീതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട് ടൈഗ്രീസ് വാലി ഹോസ്പിറ്റൽ കോ ഫൗണ്ടർ ആൻഡ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ AP ഷാഹുൽ ഹമീദാണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, യുനാനി വൈദ്യശാസ്ത്രം അതെന്താണ്? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. യുനാനി വൈദ്യശാസ്ത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹിപ്പോക്രാറ്റ്സിന്റെ ഒക്കെ കാലഘട്ടത്തില് 2400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതാണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ. അതിന് മുന്നേ ചികിത്സാ രീതികൾ ഉണ്ടെങ്കിലും അതിനൊരു ഫ്രെയിം വർക്ക് ഒക്കെ ഉണ്ടാക്കി ആളുകളെ പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ വന്നത് അന്ന് മുതലാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും യുനാനിന്റെ പ്രിൻസിപ്പിള് 4 അടിസ്ഥാന എല്ലാ സൃഷ്ടിപ്പിന്റെയും അടിസ്ഥാനമായ 4 ഘടകങ്ങൾ. അത് മലയാളത്തിൽ പറയുമ്പോൾ മണ്ണ്, വായു, തീ, അതേപോലെ വെള്ളം, അതുപോലെ ഇതിൻ്റെയൊക്കെ ടെമ്പറമെന്റ്, അതിൻ്റെ ഓരോ സ്വഭാവ രീതി, അതടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത മാറ്റങ്ങൾ, അതുപോലെ ശരീരത്തിലെ വ്യത്യസ്ത ഫ്ലൂയിഡ്സുകൾ, രക്തം, കഫം, അതേപോലെ പിത്തം, വാദം. അപ്പൊ ഇതിനൊക്കെ വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അപ്പൊ അതിലൊക്കെ ഉള്ള വ്യത്യാസങ്ങള്, ശരീരത്തിലെ സന്തുലിതാവസ്ഥയിൽ വരുന്ന മാറ്റം, അതിനടിസ്ഥാനത്തിൽ വരുന്ന രോഗങ്ങൾ, ഈ ഒരു കൺസെപ്റ്റാണ് യുനാനിയില്. കൂടുതലും ഒരു രോഗത്തിന്റെ കാരണം എന്താന്ന് കണ്ടെത്തിയിട്ട് അതിനെ ചികിത്സിക്കുന്ന ഒരു രീതിയാണ് യുനാനി വൈദ്യശാസ്ത്രത്തിന്റെ രീതി. ഈ സോറിയാസിസ് ഇപ്പോൾ വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ യുനാനി ചികിത്സ എങ്ങനെയാണ്? സോറിയാസിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടാണ് മോഡേൺ മെഡിസിൻ ഒക്കെ പറയുന്നത്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ ശേഷി, അതിൽ ഉണ്ടാവുന്ന ചില തകരാറുകൾ മൂലം നമ്മുടെ ശരിയായ രോഗപ്രതിരോധ ശക്തിയിൽ വരുന്ന വ്യത്യാസം കാരണം നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പല രോഗങ്ങളും ഉണ്ട്. അതിൽപ്പെട്ടൊരു പ്രധാന അസുഖമാണ് സോറിയാസിസ്. ഇത് ശരിക്ക് നമ്മൾ ഒരു സ്കിന്നിന്റെ പല അസുഖങ്ങളും നമ്മുടെ സ്കിൻ ഡിസീസ് എന്ന് പറയുന്നുണ്ടെങ്കിലും സ്കിന്നിൽ പ്രകടമാകുന്നു എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. എല്ലാ സ്കിൻ ഡിസീസും യഥാർത്ഥത്തിൽ പറയുമ്പോൾ അത് സ്കിൻ ഡിസീസ് അല്ല, മറ്റു ചില ബോഡിയിലെ സിസ്റ്റത്തിന്റെ പല പ്രശ്നങ്ങൾ കാരണം അത് ബോഡിയിൽ പ്രകടമാകുന്നത് സ്കിന്നിലായിരിക്കും. അപ്പോൾ വെറും ഒരു സ്കിൻ ഡിസീസ് നമുക്കൊരു വെറും ഒരു ക്രീം പറ്റുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു ലോഷൻ പറ്റുന്നതുകൊണ്ടോ മാത്രം മാറുന്ന പ്രശ്നങ്ങളല്ല. പ്രത്യേകിച്ച് സോറിയാസിസ് ഒക്കെ അത് ഈ ഒരു സിസ്റ്റം, ശരീരത്തിന്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണം അത് ഭക്ഷണ രീതി ആവാം, ചിലപ്പോൾ ചില ജീൻ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളാവാം, അതുപോലെ സ്ട്രെസ്, മാനസിക സമ്മർദ്ദം പോലുള്ള പല കാരണങ്ങളും ഇതിനെ കൂടുതൽ ഈ പ്രശ്നം രൂക്ഷമാക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് പ്രശ്നം കണ്ടെത്തിയിട്ട് ചികിത്സിക്കുന്ന ഒരു രീതിയാണ് യുനാനിയില്. പ്രത്യേകിച്ച് പല സ്കിൻ ഡിസീസും, സോറിയാസിസ് പോലെ, എക്സിമ പോലെ പലതിന്റെയും കാരണം ചിലപ്പോ ലിവർ വേണ്ടത്ര ഫങ്ഷൻ പോരാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, അതിലുള്ള ബാക്ടീരിയ പ്രശ്നങ്ങൾ, അതുപോലുള്ള പല വിഷയങ്ങളും, കോളോൺ അസുഖങ്ങളും ഇതിനേക്ക് നയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു റീസൺ എന്താന്ന് കണ്ടെത്തിയിട്ട് അതിനൊരു സിസ്റ്റം റെഗുലറൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ യുനാനിയിൽ അവലംബിക്കുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റികൾക്കിടയിൽ ഇപ്പോൾ ഗ്ലൂട്ടത്തയോൺ ചികിത്സയൊക്കെ വളരെ കൂടുതലായി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതുപോലെ തന്നെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉള്ളതാണോ? ഗ്ലൂട്ടാത്തയോൺ ഇപ്പം മോഡേൺ മെഡിസിനിലൊക്കെ ഒരു ലിവർ ഡീടോക്സിന് കൊടുക്കുന്ന ഒരു ചികിത്സയാണ്. അപ്പൊ ഇപ്പോ ടൈഗ്രീസ് വാലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ആയുഷിന്റെ ചികിത്സകൾ, യുനാനി, ആയുർവേദം, സിദ്ധ, അതുപോലെ നാച്ചുറോപ്പതി ഒക്കെ ഉള്ള ചികിത്സകൾ ഉള്ളത് പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു മോഡേൺ വെൽനസ് ട്രീറ്റ്മെന്റുകളായ ഫങ്ഷണൽ മെഡിസിന്റെ എക്സ്പേർട്ട് ഡോക്ടർ, PG ഒക്കെ ഉള്ള നല്ല ഡോക്ടേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോടുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളെ പല അസുഖങ്ങൾക്കും ഇതുപോലെ ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ്, കീലേഷൻ, ഓസോൺ, ഹൈഡ്രജൻ തെറാപ്പി പോലുള്ള ചികിത്സകൾ ഇവിടെ നൽകാറുണ്ട്. ഇപ്പൊ ഗ്ലൂട്ടാത്തയോൺ ഇന്ന് പല
സെലിബ്രിറ്റികളും അതുപോലെ നിറം കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചികിത്സ രീതിയാണ് അത്. യഥാർത്ഥത്തിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ട് അവര് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം അത് അതിൻ്റെതായ ഡോസിൽ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ലിവറിന്റെ ഡീറ്റോക്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബോഡിയിൽ നിറവും കാര്യങ്ങളൊക്കെ കൂടും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കണം, അതായത് ഈ തിളക്കമുള്ള ആരോഗ്യകരമായ ചർമ്മത്തിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ചർമ്മത്തിന്റെ വിഷയം പറയുമ്പോൾ പ്രധാനമായിട്ടും അവരെ ഭക്ഷണ രീതിയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കടക്കാം. ഇപ്പോ നമ്മളൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് കുറെ കുട്ടികളെ കേസുകളൊക്കെ ഒരുപാട് ഈ കാലിന്റെ അടിയിൽ വിണ്ട് കീറ അതുപോലുള്ള ചർമ്മരോഗങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ടായിരുന്നു. അന്ന് നമ്മളൊരു ഓരോ പേഷ്യന്റിന്റെയും അവരുടെ ഒരു ഹിസ്റ്ററി, ഫുഡ് ഹിസ്റ്ററി, അവരുടെ മറ്റു രീതികളൊക്കെ ഒരു സർവേ പോലെ നടത്തിയപ്പോൾ നമ്മൾ കണ്ടെത്തിയത് പ്രധാനമായിട്ടും അസുഖങ്ങൾ, പ്രത്യേകിച്ച് ചർമ്മരോഗങ്ങൾക്കൊക്കെ പ്രധാന കാരണം ഭക്ഷണത്തിലെ ന്യൂട്രീഷ്യന്റെ കുറവ് തന്നെയാണ്. ഇപ്പോൾ ചിലപ്പോ നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ ഉള്ള കുട്ടികൾ തന്നെ അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഫാമിലി ഉള്ളവർക്ക് തന്നെ ഭക്ഷണം ആവശ്യത്തിന് പല ഭക്ഷണങ്ങളും കിട്ടുന്നുണ്ടാവും, പക്ഷെ പോഷക മൂല്യം ഭക്ഷണത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പൊ പ്രത്യേകിച്ച് കുട്ടികളിൽ കൂടുതലും അവരുടെ ഒരു ഭക്ഷണ രീതി പറഞ്ഞാൽ കുറെ ബേക്കറി അല്ലെങ്കിൽ ബ്രോസ്റ്റ്, ഫാസ്റ്റ് ഫുഡ്, അതേപോലെ ലൈസ് പോലത്തെ പാക്കറ്റ് ഫുഡുകള്, ഇത്തരം ഭക്ഷണ രീതികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ലിവറിനൊക്കെ എഫക്ട് ചെയ്യും. അതുമൂലം പല സ്കിൻ ഡിസീസുകൾ ഉണ്ടാവും. അപ്പൊ നല്ല ചർമ്മത്തിന് നമ്മുടെ ഭക്ഷണത്തില് കാര്യമായിട്ടും നല്ല പച്ചക്കറികള്, ഫ്രൂട്ട്സ്, അതേപോലെ ഇലക്കറികള്, നല്ല വെള്ളം ആവശ്യത്തിന് ഭക്ഷണത്തില് വെള്ളം നന്നായി കുടിക്കണം. അതേപോലെ ഫ്രഷ് ജ്യൂസുകൾ, നമുക്ക് ഈ മിൽക്ക് ഷേക്ക് ഒക്കെ കുടിക്കുന്നതിനേക്കാളും നല്ല ഫ്രഷ് ജ്യൂസുകൾ നല്ലോണം ഡെയിലി ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ തൈര്, യോഗട്ട്, നെയ്യ്, വെളിച്ചെണ്ണ, ഇതൊക്കെ ചർമ്മത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. അതേപോലെ നല്ല കടല, പയറുവർഗ്ഗങ്ങള്, ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തണം. അതേപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഇതൊക്കെയാണ് സ്കിന്നിന് കൂടുതൽ ഹെൽത്ത് കൊടുക്കുന്നത്. അപ്പൊ അത്തരം കണ്ടൻസ് ഒക്കെ കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ, ഉദാഹരണമായിട്ട് ഓറഞ്ച്, മുസംബി, നെല്ലിക്ക, അതുപോലെ നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള വാട്ടർമെലൻ, ഷമാം, ഇതുപോലത്തെ ഫ്രൂട്ട്സുകളൊക്കെ കൂടുതൽ ഫുഡിൽ ഉൾപ്പെടുത്തണം. അതേപോലെ വെജിറ്റബിൾസിലൊക്കെ ധാരാളം വൈറ്റമിൻ സി കൂടുതൽ ഉണ്ടാവും. അപ്പൊ അത്തരം ഫുഡൊക്കെ കുറെ വേവിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഫുഡുകളൊക്കെ അങ്ങനെ വേവിക്കാതെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ സ്കിന്നിന് നല്ല കൂടുതൽ വെയിലുള്ള സമയത്തൊക്കെ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നത്, അതുപോലെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ സ്കിന്നിൽ ടാനൊക്കെ വരാനും സ്കിന്ന് ഇരുണ്ട കളറാവാനൊക്കെ കാരണമാവും. അതേപോലെ അതിന്റെ ഒരു ജലാംശം, സ്കിന്നിന്റെ ജലാംശം കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള നന്നായി വെള്ളം കുടിക്കുക, അത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ സ്കിന്നിന്റെ പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്നിന്റെ എക്സ്ക്രീഷൻ, സ്കിന്നിന്റെ വേസ്റ്റുകളൊക്കെ പുറന്തള്ളുന്നത് വിയർപ്പിലൂടെയാണ്. അപ്പോൾ നല്ല വ്യായാമം, എല്ലാ ദിവസവും നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല വിയർക്കാനൊക്കെ സാധിച്ചാൽ, അതേപോലെ സ്റ്റീം ബാത്ത് പോലുള്ള ട്രീറ്റ്മെന്റുകൾ ഒക്കെ സ്കിന്നിന്റെ നല്ല തിളക്കമുള്ള ചർമ്മത്തിന് വളരെ ഫലപ്രദമാകും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആളുകൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മുടി കൊഴിച്ചിൽ. അപ്പോൾ അതെങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്? അതിൻ്റെ ഒരു ഏതെങ്കിലും തരത്തിൽ യുനാനികളിൽ ചികിത്സാ രീതികളുണ്ടോ? ഇപ്പോൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഈ ഒരു ഹെയറിന്റെ പ്രശ്നമാണെങ്കിലും അതേപോലെ ഹെയറൊക്കെ സ്കിന്നിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു ഘടകങ്ങളാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും കാണുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലില് പലപ്പോഴും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പലപ്പോഴും സ്കിപ്പ് ചെയ്യുക, അതേപോലെ നല്ല ഫുഡ് കിട്ടാണ്ടാവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിന്റെ ഒക്കെ കുറവ് മൂലം നമ്മുടെ ഈ സ്കിന്നിന്റെ ഹെൽത്ത് കുറയും. അതേപോലെ വെള്ളം കുടിക്കുന്ന കുറവ്, അല്ലെങ്കിൽ ഈ ഒക്കെ കാരണത്താൽ ഡാൻഡ്രഫ് വളരെ കൂടുതലാണ്. അതുപോലെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇതൊക്കെ കാരണം മുടി കൊഴിച്ചില് കൂടാൻ കാരണമാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ നല്ല
മൾട്ടി വിറ്റാമിൻസ്, വൈറ്റമിൻ ഡിന്റെ കുറവുണ്ടെങ്കിൽ അത് നികത്തണം. അതുപോലെ ഈ സിങ്ക്, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള സപ്ലിമെന്റോ അതുപോലെ ന്യൂട്രീഷനൊക്കെ റെഗുലറായിട്ട് എടുക്കുന്നത് നന്നാവും. അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ നന്നായിട്ട് ഫ്രഷ് ജ്യൂസ്, അതുപോലെ 2-3 എഗ്ഗ്, നെയ്യ്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ സലാഡ്, ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഫലപ്രദമാവും. പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഒരു മാറിയ ജീവിത രീതിയും അതേപോലെ ഉറക്കക്കുറവ്, സ്ട്രെസ്, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഇന്റേണൽ ഓർഗാൻസിനെ, ലിവറിനെ, അതേപോലെ ഗട്ടിനൊക്കെ എഫക്ട് ചെയ്യുന്നതും, പ്രത്യേകിച്ച് ഗട്ട് ഇഷ്യൂസ്, മുടി കൊഴിച്ചിൽ വളരെ കൂടാനെന്ന് കാരണമാണ്. നമ്മുടെ ഗട്ടില് 2 തരം ബാക്ടീരിയകളുണ്ട്. ഒന്ന് നല്ല ബാക്ടീരിയകൾ, അതേപോലെ ചീത്ത ബാക്ടീരിയകൾ. അപ്പൊ ഈ ബാഡ് ആയിട്ടുള്ള ബാക്ടീരിയന്റെ അളവ് നമ്മുടെ കുടലിലൊക്കെ കൂടുന്നത് അതിനെതിരെയുള്ള ഒരു ടോക്സിൻസ് റിലീസ് ചെയ്ത്, ആ ടോക്സിൻസ് പലപ്പോഴും ഹെയർ ഫാളിന്, അതേപോലെ തലയില് വട്ടത്തില് മുടി പോകുന്ന ഒരു പ്രശ്നമുണ്ട്, അലോപേഷ്യ എന്നൊക്കെ പറയുന്നത്. അതുപോലത്തെ പല കണ്ടീഷനിലേക്കും നയിക്കാൻ കാരണം. അപ്പൊ ഈ ഒരു പല വിഷയങ്ങൾക്കും ഗട്ട് ഡീടോക്സ് വളരെ അത്യാവശ്യമാണ്. ടൈഗ്രീസ് വാലിയില് കോളോനൈട്രോതെറാപ്പി പോലത്തെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രീബയോട്ടിക്, പ്രോബയോട്ടിക് സപ്ലിമെന്റ്സ് ഉണ്ട്. അതുപോലെ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡിന്റെ റെക്കമെൻഡേഷൻ ഉണ്ട്, ഡയറ്റ് കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വെള്ളപ്പാണ്ടിന് യുനാനി ചികിത്സ ഫലപ്രദമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ചികിത്സാ രീതി ഒന്ന് വിശദീകരിക്കുമോ? ആയുഷ് ചികിത്സാ രീതികളിൽ വെള്ളപ്പാണ്ടിന് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നതും അതേപോലെ അതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഉള്ളതും യുനാനി ചികിത്സാ രീതിയിലാണ്. ഇപ്പോ ഈ വെള്ളപ്പാണ്ടിന് മാത്രമുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ റിസർച്ച് സെന്റർ നമുക്ക് ഹൈദരാബാദിലുണ്ട്. അതിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ട് കേരളത്തിൽ ആലുവയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ റിസർച്ച് സെന്റർ ഉണ്ട് വെള്ളപ്പാണ്ടിന് മാത്രമായിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു അസുഖവും നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ വരുന്ന തകരാറ് മൂലം നമ്മുടെ ശരീരത്തിലെ സ്കിന്നിലുള്ള മെലാനിൻ പോലത്തെ നമ്മുടെ കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ വരുന്ന ഡിസോർഡർ ആണ് ഇതിലേക്ക് നയിക്കുന്നത്. അപ്പോ അതും നാം നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഒരു പ്രോബ്ലം, അതിന്റെ ഒരു ബേസിക് കോസ് എന്താന്ന് കണ്ടെത്തിയിട്ട് അതിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ അതിന് വേണ്ട സപ്ലിമെന്റ്, അതേപോലെ യുനാനിയിലും ആയുർവേദത്തിലൊക്കെ കൂടുതലായിട്ട് ഈ വളരെ ഫലപ്രദമായി കണ്ടിട്ടുള്ള കാർഗോഗിൽ, യുനാനിയിലെ ബാപ്ചി എന്ന് പറയും, അതുപോലെ പൻവാട്, ചക്രത്തകര, അതുപോലത്തെ കരിഞ്ജീരകം, ഇതുപോലെ പല ഔഷധങ്ങളും ഇതിന് വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ നല്ല സ്കിന്നായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ സ്കിന്നിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ജനങ്ങൾക്ക് നൽകാനുള്ളൊരു സന്ദേശം എന്താണ് താങ്കൾക്ക്? പ്രധാനമായിട്ടും നന്നായി വ്യായാമം ചെയ്യാം. അതേപോലെ ഭക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. അതേപോലെ അധികം വെയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക. ഇനി വെയിലത്ത് ഇറങ്ങുന്ന സാഹചര്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുക. അതേപോലെ ഒരു ഫ്രീ ആയിട്ട്, നല്ല റിലാക്സ് ആയിട്ട്, മെന്റലി നല്ല റിലാക്സ് ആയിട്ട് ജീവിക്കാം. അതേപോലെ തന്നെ സപ്ലിമെന്റ്സ്, സ്കിന്നിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, ഹെൽത്തിന് സപ്പോർട്ട് ചെയ്യുന്ന വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ നല്ല സപ്ലിമെന്റ്സ് ഉപയോഗിക്കുക. അതേപോലെ ലിവറിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള യുനാനി ആയുർവേദ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് സ്കിന്നിന് നല്ല ഫലപ്രദമാണ്. ശരി, എന്തായാലും ഈ ത്വക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യുനാനി ചികിത്സാ രീതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. കോഴിക്കോട് ടൈഗ്രീസ് വാലി ഹോസ്പിറ്റലിലെ കോ ഫൗണ്ടർ ആൻഡ് സീനിയർ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ AP ഷാഹുൽ ഹമീദ് ഡോക്ടറാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത്. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. ഓക്കെ ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.